പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. ഇപ്രാവശ്യം പ്രിയ സഹോദരൻ, ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. ആ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, അടുത്ത വെള്ളി, ശനി, ഞായർ നമുക്ക് ഒരു ധ്യാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. കല്ലംകുളം എന്ന സ്ഥലത്ത് ധ്യാനമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അത് 21, 22, 23 തീയതികളിലേക്ക് മറ്റൊരു ധ്യാനം ഇവിടെ നടക്കുന്നുണ്ട്. അത് ആ ധ്യാനത്തിൻ്റെ പേര് രോഗാഭിഷേക ധ്യാനം എന്നാണ്. അതായത് പരിശുദ്ധാത്മാഭിഷേക ധ്യാനം. എല്ലാ മാസത്തിൻ്റെയും 3-ാമത്തെ വെള്ളി, ശനി, ഞായറാഴ്ചയാണ്. 4 മണിക്കാണ് തുടങ്ങുന്നത്. ബെന്നി കിടങ്ങത്ത് എന്ന് പറയുന്ന ഒരു അച്ഛനും, റവൻ ഫാദർ ബെന്നി കിടങ്ങത്ത് എന്ന് പറയുന്നൊരു അച്ഛനും, റവൻ ഫാദർ ഫ്രാൻസിസ് തലക്കൂട്ടൂർ എന്ന് പറയുന്നൊരു അച്ഛനുമാണ് അതിനകത്ത് നേതൃത്വം കൊടുക്കുന്നത്. ജോസ് പുലിക്കോട്ടിൽ ബ്രദർ എന്ന ബ്രദറിൻ്റെ ടീമാണ് അത് ധ്യാനം നയിക്കുന്നത്. ബ്രദറാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതും. അദ്ദേഹം 36 വർഷമായിട്ട് ഈ ധ്യാന സെൻറ്ററിൽ ധ്യാനം നടത്തുന്നതും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം പരിശുദ്ധാത്മാഭിഷേക ധ്യാനം ദേവാലയങ്ങളിലും ഇടവകളിലുമൊക്കെ ചെയ്ത ഒരു ആത്മാവിൻ്റെ നിറവുള്ള മനുഷ്യനാണ് ജോസ് പുലിക്കോട്ടിൽ അച്ഛൻ. പുലിക്കോട്ട് ബ്രദർ, അദ്ദേഹം ഒരു ബ്രദറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടീമാണ് ഇത്. ആ ടീമിൻ്റെ പേര് മംഗളവാർത്ത ധ്യാന ടീം എന്നാണ്. മംഗളവാർത്ത ധ്യാന ടീം എന്നാണ്. ഈ ധ്യാന ടീമിനെ കുറിച്ച് വചനോത്സവത്തിനകത്ത് നിങ്ങൾ ഇന്നത്തെ ധ്യാനങ്ങൾ എന്ന ആ കോളത്തിൽ നോക്കിയാൽ ഈ മംഗളവാർത്ത ധ്യാന ടീം എന്ന അവരെക്കുറിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ധ്യാനം നയിക്കുന്നത് ഇന്ന അച്ഛന്മാരാണെന്നും ജോസ് പുലിക്കോട്ടിൽ ബ്രദറാണ് ധ്യാനം നയിക്കുന്നതെന്ന് ടീം ലീഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ വചനോത്സവത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. വചനോത്സവത്തിന് അതുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കല്ലംകുളം ധ്യാന സെൻ്ററാണ് ധ്യാനം നടക്കുന്നത്. അത് റാഫേബത്തിൻ്റെ ധ്യാനം കഴിഞ്ഞുള്ള പിന്നത്തെ വെള്ളിയാഴ്ച. റാഫേബത്തിൻ്റെ ധ്യാനം 7, 8, 9 തീയതികളാണെങ്കിൽ ഈ ധ്യാനം നടക്കുന്നത് 21, 22, 23 തീയതികളിലാണ്. ഈ ധ്യാന ക്ലാസ്സിന് രോഗാഭിഷേക ധ്യാനം അഥവാ പരിശുദ്ധാത്മാഭിഷേക ധ്യാനത്തിലാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. എന്നോട് അവിടെ ക്ലാസ് എടുക്കാനും കുമ്പസാരത്തിന് ധ്യാന ക്ലാസ്സിൽ എടുക്കാനും വേണ്ടി വിളിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കണ്ടുമുട്ടിയായിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം എന്നെ ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിനകത്തൊരു സന്തോഷ വാർത്തയും ഒരു നല്ല കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ കഴിഞ്ഞ മുമ്പിലത്തെ ക്ലാസ്സിനകത്ത് ഒരു കമൻറ്റ് ബോക്സിൽ ഒരു സഹോദരൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. വീണ് പോയവരെ കർത്താവ് എങ്ങനെ കാണും എന്നാണ് ഒരു ചോദ്യം. അതിൻ്റെ ആളെയൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ചോദ്യം ഇങ്ങനെയാണ്: ഇപ്പോൾ വീണു പോയവരെ കർത്താവ് എങ്ങനെ കാണുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: പാപാവസ്ഥയിലോ തിന്മാവസ്ഥയിലോ ഇപ്പോൾ വീണ് പോയിട്ടുള്ളവരെ ദൈവമായ കർത്താവ് എങ്ങനെ കാണുന്നു, എങ്ങനെ വീക്ഷിക്കുന്നു, എങ്ങനെ സ്നേഹിക്കുന്നു, എങ്ങനെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു ഒക്കെയാണ് ചോദ്യത്തിന് അർത്ഥമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. ദാനിയേൽ പുസ്തകത്തിൽ ഒരു പറയുന്നുണ്ട്: ജ്ഞാനികളിൽ ചിലർ വീഴും, എന്നാൽ അത് അവസാന ദിവസത്തേക്ക് ഉള്ള ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ആ വീണവർ ചാടി എഴുന്നേൽക്കും. വീണവർ അവിടുന്ന് കർത്താവേ എന്ന് നിലവിളിച്ചുകൊണ്ട് എഴുന്നേൽക്കും. ഒരു പാപമോ തിന്മയോ ചെയ്തു പോയാൽ ആ ചെയ്തു പോകുന്ന തിന്മയോർത്ത് വലിയ അനുതാപവും വലിയ പശ്ചാത്താപവും വലിയ നിലവിളിയോടുകൂടെ കർത്താവെ, ഞാൻ വീണുപോയതിനോട് ക്ഷമിക്കണമേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ, എന്നോട് കരുണ തോന്നി എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേൽക്കാനുള്ള ഒരു അവസരം, ഒരു ശക്തമായ കുംഭസാരത്തിൻ്റെ അഭിഷേക ആത്മീയ നിറവ് തരുവാൻ വേണ്ടി കർത്താവ് ആ ധ്യാന സെൻറ്ററിലേക്ക് എന്നെ വിളിക്കുകയും ഞാൻ ഈ 21, 22 തീയതികളിൽ 23 തീയതികളിൽ ഞാൻ ഇതേ ധ്യാന സെൻറ്ററിൽ കല്ലംകുളം ധ്യാന സെൻറ്ററിൽ തന്നെ വരുന്നതുമാണ്. പഴയന്നൂർ കല്ലംകുളം, ചേലക്കര പഴയന്നൂർ കല്ലംകുളം. കഴിഞ്ഞ റാഫേബത്തിൻ്റെയൊക്കെ ധ്യാനം നടക്കുന്ന അതേ ധ്യാന സെൻറ്ററിൽ തന്നെയാണ്. ധ്യാനം മാറ്റമുണ്ടെന്നും ദിവസം മാറ്റമുണ്ടെന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്: നമ്മളൊരു സാധാരണ കുമ്പസാരത്തെക്കുറിച്ച് നല്ല ഒരു ക്ലാസ് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചപ്പോൾ ധാരാളം ആളുകൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, കുമ്പസാരത്തിൻ്റെ ക്ലാസ് യൂട്യൂബിൽ ഇട്ട് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോട് പറഞ്ഞ മറുപടി ഇതാണ്: പ്രിയപ്പെട്ടവരെ, അതൊരു പബ്ലിക് വേദിയിൽ പറയാനുള്ളതല്ല. കൂതാശികളെല്ലാം നിഗൂഢ രഹസ്യങ്ങളുടെ കലവറയാണ്. വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് എറിയപ്പെടുന്ന മുത്തായിട്ട് അത് രൂപാന്തരം പ്രാപിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ മനസ്സ്, ശരീരം, ആത്മാവ് 3 തലവും വിശുദ്ധി പ്രാപിച്ചു കഴിയുമ്പോൾ അഥവാ വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പ്രക്രിയയാണ് ഈ കുമ്പസാരം. അതിൻ്റെതായ നിഗൂഢ രഹസ്യമുണ്ട്, അതിൻ്റെതായ മഹത്വമുണ്ട്. അതിലൂടെ പൈശാചിത്യത്തിൽ വിട്ടുപോകും. അതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരും. വലിയ ആത്മീയ നിറവ്,
വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, വലിയ ജ്ഞാനത്തിൻ്റെ വരം, വലിയ വിശുദ്ധിയുടെ ഒരു പ്രക്രിയ തന്നെ നടക്കുന്ന, വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണുന്ന, വലിയ രോഗശാന്തികൾ സംഭവിക്കുന്ന, തിന്മ വിട്ടുപോകുന്ന ഇത്തരം ക്ലാസ്സുകളും ധ്യാനങ്ങളും ആരാധനകളും നമുക്ക് അധികം കാലം ഉണ്ടായിരിക്കുകയില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാലഘട്ടങ്ങളിൽ എത്തപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് കിട്ടുന്ന അവസരത്തെ അതിശക്തമായി നമ്മൾ മുതലാക്കണം. എന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ട് നമ്മൾ അത്തരം ധ്യാന സെൻ്ററുകളിൽ വരണം, ധ്യാനങ്ങൾ കൂടണം, നമ്മൾ പരിശുദ്ധാത്മാവോട് നിറയണം. കാരണം എപ്പോൾ വേണമെങ്കിലും ധ്യാനങ്ങൾ നിന്ന് പോകാം. ആ ഒരു കാഴ്ചപ്പാടിനെ മുന്നേ വെച്ച് കണ്ടുകൊണ്ട് ഈ റൂഹാഭിഷേക ധ്യാന സെൻട്രൽ ധ്യാന പരിപാടിയിലേക്ക്, റൂഹാഭിഷേക ധ്യാനം 21, 22, 23 തീയതികളിലേക്ക് ബ്രദർ ജോസ് പുലിക്കോട്ടിൽ ബ്രദറിൻ്റെ ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരും വരിക. അവിടെ അച്ഛന്മാരുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, ബ്രദേഴ്സുണ്ട്, നല്ല ധ്യാന പാട്ടുകളുണ്ട്, നല്ല അഭിഷേക ആരാധനയുണ്ട്. പരിശുദ്ധാത്മ അഭിഷേക ധ്യാനമാണ് എന്ന് പറഞ്ഞാൽ ഋഗാഭിഷേക ധ്യാനം ആണ്. വലിയ ഒരു ശക്തമായ ആത്മീയ അഭിഷേകം നിങ്ങൾക്ക് നൽകുന്നതാണ്. അവിടെ ആയിരിക്കും എൻ്റെ ക്ലാസ്സും ഉണ്ടായിരിക്കുക. അവിടെ നല്ല ശക്തമായ കുമ്പസാരത്തിൻ്റെ ക്ലാസ്, നമ്മൾ സാധാരണ കണ്ടിട്ട് കേട്ടിട്ടുള്ള ഒരു കുമ്പസാരത്തിൻ്റെ ക്ലാസ്സുകളല്ല ഞാൻ തരുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പലപ്പോഴും നമ്മൾ നമ്മുടെ സഭയിൽ ഇന്നേ വരെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും നമ്മൾ കുമ്പസാരിച്ചിട്ടുള്ളതുമായ ഒരു മോഡൽ കുമ്പസാരങ്ങളല്ല. അത് നമുക്കറിയാം, 3 തലം, മനുഷ്യൻ്റെ മനസ്സ്, ശരീരം, ആത്മാവ്, 3 തലത്തെ വിശുദ്ധീകരിച്ചെടുക്കുക. അതായത് പാപമേത്, തിന്മയേത്, പാപത്തിൽ നിന്നുള്ള വിടുതൽ എങ്ങനെ, തിന്മയിൽ നിന്നുള്ള വിടുതൽ എങ്ങനെ, പാപമെന്ത്, തിന്മയെന്ത്, ഇതിനെ വിവേചിച്ച് പഠിച്ച് മനസ്സിലാക്കി ഏതു ദുരാത്മാവാണോ എന്നിലുള്ളത് ആ ദുരാത്മാവിനെ എങ്ങനെ ബഹിഷ്കരിക്കണം, അത് ബഹിഷ്കരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആ ബഹിഷ്കരിക്കാതെ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ലോകത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ആ വാർത്തകളിൽ ദുരാത്മാക്കൾ ഓരോ വ്യക്തിയിലും കയറിക്കൂടുമ്പോൾ ഉണ്ടാകുന്ന പൈശാചിക പ്രവർത്തികളാണ് വാർത്തകൾ നമ്മൾ കേൾക്കുമുണ്ടാകുന്ന വലിയ അസ്വസ്ഥകൾ. എത്ര കൊലപാതകങ്ങളാണ്, എത്രമാത്രം വ്യഭിചാരങ്ങളാണ്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഇത്രമാത്രം ദുഷ്ടത, ഇത്രമാത്രം അശുദ്ധി, ഇത്രമാത്രം മ്ലേച്ഛത ചെയ്തിട്ട് കൊലപാതകം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷി എല്ലാം ലോകത്ത് തിന്മ പെരുകി മനുഷ്യൻ്റെ ജീവനും ജീവിതത്തിനും സ്വസ്ഥതയോ സമാധാനമല്ല, ജീവന് പോലും സംരക്ഷണം കിട്ടാത്ത രീതിയിൽ നമ്മുടെ ലോകം മുഴുവനും മാറുന്നതിൻ്റെ അടിസ്ഥാന കാരണം തിന്മ എന്ന ദുരാത്മാവ് നമ്മളിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ പാപത്തെ തിരിച്ചറിയുകയും പാപത്തിൽ അന്തർലീനമായിരിക്കുന്ന തിന്മയുടെ ദുരാത്മാവ് ഏതാണെന്ന് കണ്ടെത്തി അതിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കണമെങ്കിൽ ഈ കുംഭസാരത്തിൻ്റെ ശക്തമായ ക്ലാസ്സുകൾ, കുംഭസാരത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വരം ഉപയോഗിച്ച്, അതായത് ശരിക്കും പറഞ്ഞാൽ അറിവ്, ജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതാണ് ദാർശനിക മനോഭാവം വേണമെന്ന് പറഞ്ഞത്. ദർശന വരത്തിൽ കൂടെ ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടി. ആ ക്ലാസ്സിൽ കൂടെ പോയുള്ള കുംഭസാരത്തിൽ നമ്മൾ മുഴുകിയാലേ, നിക്ഷിപ്തമായാലേ, ആ പ്രക്രിയയിൽ കൂടെ മാത്രമേ ഇത്തരം പൈശാചിത്യങ്ങളും തിന്മകളുടെ ദുരാത്മാക്കളും വിട്ടുപോയുള്ളൂ. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ധ്യാനങ്ങളും ക്ലാസ്സുകളും ആരാധനകളും കുംഭസാരങ്ങളുമെല്ലാം അത്രമാത്രം തീഷ്ണതയാലും ജ്വലനത്താലും ശ്രദ്ധാപൂർവവും സൂക്ഷ്മവുമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ദാഹിച്ച് സസൂക്ഷ്മം പ്രാർത്ഥിച്ച് സസൂക്ഷ്മം വചനം ശ്രവിച്ച് അത് ഗ്രഹിച്ചില്ലെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങൾ, അതായത് നമ്മൾ ധ്യാനം കൂടി പുറത്തിറങ്ങിയാൽ പോലും ഈ പൈശാചിത്യങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യും. അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് എത്രമാത്രം സൂക്ഷ്മതയുള്ളവരായിരിക്കണം, ഏതെല്ലാം അശുദ്ധാത്മാക്കൾ എന്നിലുള്ളത്, ഏതിനെയെല്ലാം ബന്ധിക്കണം, ബഹിഷ്കരിക്കണം, ഏതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എൻ്റെ ആത്മാവ്, മനസ്സ്, ശരീരത്തെ വിശുദ്ധീകരിച്ചെടുക്കണം. 1 തെസ്സലോനിക്കർ 5:21 പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അഭികലവും പൂർണ്ണമായിരിക്കാൻ തക്കവിധമുള്ള ഒരു കുംഭസാരം. ആ കുംഭസാരം സാധാരണ കുംഭസാരമല്ല. അതങ്ങനെ യൂട്യൂബിൽ കൂടെ പബ്ലിഷ് ആയിട്ട് പറയാൻ പറ്റുകയുമില്ല. അത് ധ്യാനത്തിന് വരുന്ന വ്യക്തികൾക്ക് മാത്രമായിട്ട് കൊടുത്ത് അവരെ വിശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് പ്രിയ സഹോദരരെ, ഇതൊരു വലിയ സന്തോഷ വാർത്തയാണ്. ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തുടർന്നും ധ്യാനങ്ങളെ ക്ലാസ്സുകളും ഇതിൻ്റെ ഉണ്ടാകുമെന്നും ഒക്കെ ഈ ബ്രദർ ജോസ് പുലിക്കോട്ടിൽ ബ്രദർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതോടനുബന്ധിച്ച് അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളുടെ ദേവാലയങ്ങളിൽ പറഞ്ഞാൽ ഈ ധ്യാന ടീം വരുന്നതിന് ഒരു തടസ്സവുമില്ല.
ഇത് എൻ്റെ ധ്യാന ടീമോ എൻ്റെ ക്ലാസ്സുകളോ അല്ല. ഞാൻ ഇതിനകത്ത് കുമ്പസാരത്തെ ക്ലാസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മറ്റ് വൈദികരും ഈ ബ്രദറും കൂടെ കൂടിയിട്ട് തന്നെ ക്ലാസ്സാണ്. അതിന് കേരളത്തിലെ ഏത് ധ്യാന സെൻറ്ററിൽ വേണമെങ്കിലും, കേരളത്തിലെ ഏത് ഇടവകയിൽ വേണമെങ്കിലും, കേരളത്തിലെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇവരുടെ ടീം വന്ന് ധ്യാനിപ്പിക്കുന്നതായിരിക്കും. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരിക്കും, കേരളത്തിൽ എവിടെയായാലും. അതുകൊണ്ട് കേരളത്തിൽ എവിടെയാണ് ഒരു ധ്യാന സെൻറ്ററിൽ കൂടെ കർത്താവിൻ്റെ വരവിൻ്റെ സുവിശേഷം അറിയിക്കാൻ സാധിക്കുന്നതൊക്കെ ഞാൻ ചിന്തിച്ച് പഠിച്ച് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ ബ്രദർ എന്നെ ഇന്ന് വിളിക്കുന്നതും അദ്ദേഹം വരുവാൻ പറഞ്ഞ് ക്ഷണിച്ചിരിക്കുന്നു. അദ്ദേഹം ക്ലാസ് തരാമെന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹം വളരെ 36 വർഷമായിട്ട് ഈ ഫീൽഡിൽ 36 വർഷമായിട്ടൊരു ധ്യാന ടീമിനെ മുന്നോട്ട് നയിക്കുകയും കേരളത്തിൽ ധാരാളം പരിശുദ്ധാംബേഷ ധ്യാനങ്ങൾ ഇടവകയിലും ധ്യാന സെൻ്ററുകളിലും പ്രത്യേകിച്ച് ഡിവൈനിലൊക്കെ പരിശുദ്ധാംബേഷ ധ്യാനം ഇദ്ദേഹത്തിന് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വചനോത്സവത്തിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുണ്ട്. മംഗളവാർത്ത ധ്യാന ടീം എന്നാണ് അദ്ദേഹത്തിൻ്റെ ധ്യാന ടീമിൻ്റെ പേര് തന്നെ, പ്രിയ സഹോദരനെ. അതിനാൽ ഞാൻ നിങ്ങൾ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ആ ധ്യാനത്തിൽ വരിക. അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ വിഭവങ്ങളും ഒരുക്കപ്പെടും. നല്ല ശക്തമായ കുമ്പസാരത്തിൻ്റെ ധ്യാന ക്ലാസ്സുകൾ കിട്ടും. പാപത്തെ കണ്ടും തിന്മയെ കണ്ടും വിവേചിക്കാനുള്ള ഒരു ജ്ഞാനത്തിന് വരം നിങ്ങൾക്ക് കർത്താവ് തരും. അതിനുള്ള ക്ലാസ്സുകൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. മറ്റ് ക്ലാസ്സുകളെ നിങ്ങൾക്ക് ധാരാളം വിട്ട് കിട്ടും. വലിയ അത്ഭുതങ്ങളുടെ കാരണം ഇത് ഞാൻ പറയാൻ കാരണം ഇനി അധികം കാലം നമുക്ക് മുന്നോട്ട് ധ്യാനങ്ങളായിട്ട് പോകാനുള്ള കാലഘട്ടമില്ല. ഏത് നിമിഷവും ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വലിയ പ്രതിസന്ധികൾ, ലോകം മൊത്തമായിട്ട് പ്രതിസന്ധികൾ, പ്രത്യേകിച്ചും നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ആളുകളെ കയറ്റി തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വിടുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം, ജോലി നഷ്ടപ്പെടുന്നവരുടെ വേദനകൾ വരാം, വലിയ ഉത്കണ്ഠകളും ആകുലതകളും മനുഷ്യ ഹൃദയത്തിൽ തിങ്ങാം. അങ്ങനെ വലിയ സംഘർഷപൂരിതമായ വലിയ അസ്വസ്ഥത നിറഞ്ഞ ഒരു ലോകത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അല്ലെങ്കിൽ തുടർന്നും ഇതിനേക്കാൾ ഭയാനകമായ അവസ്ഥയിലൂടെ ലോകം കടന്നു പോകും. കാരണം യൂറോപ്പിൽ നിന്നും ധാരാളം ആളുകളെ യൂറോപ്പ് പുറന്തള്ളും. വിദേശ രാജ്യത്തുള്ളവരെ പുറന്തള്ളാൻ തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്ക അത് ആരംഭിച്ചു കഴിഞ്ഞു. അത് മറ്റുള്ള ലോകരാഷ്ട്രങ്ങളെല്ലാം ഏറ്റെടുക്കും. അങ്ങനെ വരുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി നഷ്ടപ്പെട്ട് തിരിച്ച് ഭവനത്തിലേക്ക് വരുന്നവർക്കൊക്കെ വലിയ ആകുലതയും ഉത്കണ്ഠയും അസ്വസ്ഥയും തകർച്ചകളും വേദനകളും ആകുലതകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. അവിടെയെല്ലാം കൈത്താങ്ങായി ഒരു കരമായിട്ട് ഇതാ മകനെ, ഇതാ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കരം തരാൻ ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് യേശുക്രിസ്തുവാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കരം നമ്മൾ പിടിക്കണമെങ്കിൽ, യേശുക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ, യേശുക്രിസ്തു നമ്മൾ വസിക്കണമെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനിൽ നിലനിൽക്കണമെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അതിന് തക്കതായ രീതിയിലുള്ള ക്ലാസ്സുകൾ, അതിന് തക്കതായ രീതിയിലുള്ള കുമ്പസാര പ്രക്രിയകൾ, അതിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുന്നതിന് വേണ്ടിയുള്ള പരിശുദ്ധാഭിഷേക കൈവെപ്പ് ആരാധനകൾ, അതിന് തക്കതായ എല്ലാ സംവിധാനവും ഒരുക്കിക്കൊണ്ട് പുതിയ വലിയൊരു ടീമിനെ ദൈവം തന്നിരിക്കുന്നു. അതിനാൽ തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളിലും ഞാൻ അവിടെ വരും. അതിനാൽ ധാരാളം ആളുകൾക്ക് അവിടെ വരാനുള്ള അവസരമുണ്ട്. ഈ ക്ലാസ്സുകൾ കൂടിയിട്ട് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങളുടെ ടീം വന്ന് ധ്യാനിപ്പിക്കുന്നതായിരിക്കും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഫെബ്രുവരി 21, 22, 23 നിങ്ങൾ ഈ ഡേറ്റ് കുറിച്ചെടുക്കണം. ഈ ക്ലാസ് കേൾക്കുന്നവർ ഈ ഡേറ്റ് ഫെബ്രുവരി മാസത്തിൽ കുറിച്ചെടുക്കണം. ആ ഡേറ്റുകൾ നിങ്ങളുടെ കലണ്ടറിൽ കുറിച്ചിടണം. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം. ഞാൻ ആ ബ്രദറിൻ്റെയും എൻ്റെ ഫോൺ നമ്പർ ഞാൻ തന്നിട്ടുണ്ട്. എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കൂട്ടിക്കൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിന് പ്രിയ സഹോദരനെ, നമ്മൾ വളരെ ശക്തമായിട്ട് ഈ കാര്യത്തെ ശ്രദ്ധിക്കുകയും ഈ കാര്യങ്ങളിൽ വളരെ താല്പര്യത്തോടെ നമ്മൾ ഇടപെടുകയും കർത്താവിൻ്റെ വരവിനായിട്ടുള്ള ഒരുക്കവും കുമ്പസാരവും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവിധം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ പ്രത്യേകം അപേക്ഷിക്കുകയാണ് ഈ കാര്യത്തിൽ. അത് നിങ്ങൾ ബ്രദർ ജോസഫ് പുലിക്കോട്ട് അന്നലച്ചൻ്റെ പ്രിയ പറഞ്ഞു തെറ്റിപ്പോയി. ജോസഫ് പുലിക്കോട്ടിൽ എന്ന ബ്രദറിൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഇങ്ങനെയാണ്: 93 88 55 29 35. ബ്രദർ ജോസ് പുലിക്കോട്ടിൽ, അദ്ദേഹത്തിൻ്റെ നമ്പർ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്: 93 88 55 29 35. ഇതാണ് ആ ബ്രദറിൻ്റെ നമ്പർ, ആ ധ്യാന ടീമിൻ്റെ നമ്പർ. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ്, എന്ത് ധ്യാനമാണ്, എവിടെയാണ് നടക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ധ്യാനം കേരളത്തിൽ എവിടെയൊക്കെ നടക്കുന്നുണ്ട്, ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് 3-4 ധ്യാനങ്ങൾ ബുക്കിംഗ് ആണെന്നൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും, ഞാനും വരുന്നതായിരിക്കും. എന്നെ അദ്ദേഹം സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ, 97 78 17 22 83. ആ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എൻ്റെ നമ്പറുണ്ട്. ഈ 2 നമ്പറിലും വിളിച്ചു കഴിഞ്ഞാൽ
ഈ റൂഹാഭിഷേക ധ്യാനം അഥവാ മംഗളവാർത്ത ധ്യാന ടീമിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കാരണം ആദ്യത്തെ ധ്യാന സെൻറ്ററിലേക്ക് എന്നെ വിളിച്ചിട്ട് എനിക്ക് ക്ലാസ് തന്നിട്ടില്ല, അവർ വീണ്ടും തരാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയണ്ടായി. എന്നാൽ ഈ ബ്രദർ പോരെ എന്ന് പറയുകയും ക്ലാസ് തരാമെന്ന് പറയുകയും ചോദിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കൊരു വലിയ സന്തോഷ വാർത്ത, വലിയൊരു അത്ഭുത വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ആ ക്ലാസ്സുകളാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തു രണ്ടാമത്തെ വരവായിട്ട് ഒരുങ്ങുന്ന ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളിലൂടെ, പ്രത്യേകിച്ചും ഞാൻ തരുന്ന ക്ലാസ്സുകളും ഞാൻ തരുന്ന ധ്യാനവും ഞാൻ തരുന്ന കുമ്പസാരത്തിൻ്റെ ക്ലാസ്സുകളുമെല്ലാം 3 ഘട്ടങ്ങൾ ഉള്ളതാണ്, 3 തലങ്ങളുള്ളതാണ്. ഒന്ന്, പഴയ നിയമഗ്രന്ഥത്തിൽ പിതാവായ ദൈവത്തിൻ്റെ കാലഘട്ടങ്ങളിൽ എഴുതിയ പാപം അഥവാ തിന്മ. രണ്ടാമത്, യേശുക്രിസ്തു എന്ന ദൈവം ഭൂമിയിൽ വന്ന സുവിശേഷത്തിൽ വന്നിരിക്കുന്ന മനുഷ്യൻ യേശുക്രിസ്തു പറഞ്ഞതുപോലെ ചെയ്യാതെയുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്ന പാപം, അതിൻ്റെ തിന്മ. മറ്റൊന്ന്, യേശുക്രിസ്തു മരിച്ച് ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പോയതിന് ശേഷം അപ്പസ്തോലന്മാരുടെ സുവിശേഷവും അതിനുശേഷം വെളിപാട് ഗ്രന്ഥത്തിൽ എത്തപ്പെട്ടിരിക്കുന്നതുമായ ഈ കാലഘട്ടത്തിൽ അടങ്ങിയിരിക്കുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ ചെയ്യുന്ന പാപമേത് തിന്മയേത്. ഇവിടെയെല്ലാം 3 ഘട്ടമായിട്ട് പാപവും തിന്മയും അന്തർലീനമാണ് കിടപ്പുണ്ട്. എന്നാൽ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ പിതാവായ ദൈവം, പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പുള്ള കാലഘട്ടത്തിലുള്ളത് പാപത്തിൻ്റെ അളവായിരുന്നു കൂടുതൽ. അതൊക്കെ തുടർന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറയില്ല, കാരണം വെച്ചാൽ നിങ്ങൾക്ക് ധ്യാന ക്ലാസ്സിൽ തരേണ്ട ക്ലാസ്സുകളാണ്. അതിന് പബ്ലിക്കായിട്ട് ഒത്തിരി പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇതൊക്കെ വലിയ വലിയ കർത്താവിൻ്റെ അഭിഷേക ക്ലാസ്സുകളാണ് ഈ വരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാലത്തിൽ വന്നപ്പോഴത്തേനും അത് പാപവും തിന്മയും കൂടെ സമന്വയിക്കുന്നൊരവസ്ഥയിലേക്ക്, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്നവരെല്ലാം പാപത്തെയും തിന്മയും ഒരുമിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. അതിനുശേഷം അത് വെളിപാട് ഗ്രന്ഥത്തിലേക്ക് വന്നപ്പോഴത്തേനും പാപത്തിൻ്റെ അഭാവം, പാപമില്ലാത്ത അവസ്ഥയും തിന്മ ഏറ്റവും കൂടുതലുള്ള അവസ്ഥയും. പാപം മനുഷ്യൻ ചെയ്യുന്നില്ല, പക്ഷേ തിന്മ കൂടുതൽ ചെയ്യുന്നു. പാപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ് തിന്മ. ആ തിന്മയുടെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ലോകവും കേരളവും സഭയും രാജ്യവും കുടുംബവും എല്ലാം ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ, നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ആത്മാവിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അത് ഏതൊക്കെയാണ്, അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇന്ന് കേൾക്കുന്ന വാർത്തകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, അവിടെയെല്ലാം പാപത്തേക്കാളേറെ തിന്മയാണ്. ഏറ്റവും തിന്മ എന്ന് പറയുമ്പോഴത്തേനും അതിന് പൈശാശക്തികളുടെ അളവും ശക്തിയും കൂടുതലാണ്. അതിൻ്റെ തിക്തഫലങ്ങളാണ് ഇന്ന് കേരളം അനുഭവിക്കുന്നത്, ലോകം അനുഭവിക്കുന്നത്, രാജ്യങ്ങൾ അനുഭവിക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പാപം ഇല്ലാതാവുകയും തിന്മ അതിൻ്റെ 10 ഇരട്ടി വരികയും ചെയ്തു. ഇവിടെയെല്ലാം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നാം പിടിച്ചു നിൽക്കണമെങ്കിൽ, നാം ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കണമെങ്കിൽ, വെളിപാട് 3:10 വരുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ, വെളിപാട് 22:14 വെച്ചൊരുങ്ങുകയും, അതായത് ജീവൻ്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കുന്നതിനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന ആ പ്രക്രിയ ചെയ്താൽ എവിടെ എത്തും? വെളിപാട് 3:10 വരണം. അതായത് സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു, അതിനാൽ ഞാൻ സംരക്ഷിക്കും. അപ്പോൾ ഏത് വചനത്തിൽ നിന്ന് ഏത് വചനത്തിൽ എത്തപ്പെട്ടാലാണ് ഞാൻ എന്ന വ്യക്തി പൂർണ്ണമായും സൗഖ്യം പ്രാപിക്കുക, പൂർണ്ണമായും വിടുതൽ നേടുക എന്നിങ്ങനെയുള്ള ക്ലാസ്സുകളിലേക്കൊക്കെയാണ് നമ്മൾ അടുത്ത പ്രാവശ്യം 21, 22, 23 ദിവസങ്ങളിലെ ക്ലാസ്സിലേക്ക് വരിക. അതിനാൽ പ്രിയ സുഹൃത്തുക്കളെ, ഈ കേരളത്തിലെ മുഴുവൻ ജനത്തിനും അവിടെ വരാനുള്ള അവസരമുണ്ട്. കഴിയുന്നത്ര ആളുകൾ എത്രയും പെട്ടെന്ന് വന്ന് ധ്യാനം കൂടി വിശുദ്ധി പ്രാപിക്കുക. കാരണം ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. ബ്ലോക്കുകൾ പെട്ടെന്ന് വരാം. അതിനാൽ നിങ്ങളെല്ലാവരെയും ഞാനീ പറഞ്ഞ നമ്പറുകളിൽ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക. 21, 22 തീയതികളിലേക്ക് നിങ്ങൾ ധ്യാനത്തിൻ്റെ വരിക. വലിയ അത്ഭുതങ്ങൾ നമുക്ക് നേരിട്ട് കാണുവാനുള്ള അവസരം കർത്താവോട് ഒരുക്കും. അതിനെപ്പറ്റി സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കമായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ താവളമടിക്കുന്നത്, ഒരു പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ സ്ഥിരമായിട്ട് ജീവിക്കുന്നത്, ഒരു പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് സൂക്ഷിച്ച് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് നിത്യജീവൻ നമുക്ക് നഷ്ടമാകാതെ നമ്മൾ ശ്രദ്ധാപൂർവ്വം ജീവിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ വരം ഉപയോഗിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. അതിനാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട വചനത്തിൽ നമുക്കറിയാം, വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 27-ാം തിരുവചനത്തിലായിരുന്നു നമ്മൾ കണ്ടത്. എന്താണ്? അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല.
അപ്പോൾ എന്താണ് യഥാർത്ഥ മ്ലേച്ഛതയെന്നും എന്താണ് യഥാർത്ഥ കൗടില്യമെന്നും എന്തൊക്കെയാണ് അശുദ്ധമായതെന്നും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞങ്ങൾ സൂചിപ്പിച്ച് സംസാരിച്ചു. എന്നാൽ അതിൻ്റെ വിശദമായ ക്ലാസ്സുകളിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ അവിടെ വരാവുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം വിടുതൽ പ്രാപിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.